VA അബ്ദുൽ ഗഫൂർ അദ്ദേഹമാണ് കേരളത്തിൽ അടുത്ത ഫിഷറീസ് വകുപ്പ് മന്ത്രി. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ കിട്ടുന്നത് കേരളത്തിന്റെ അടുത്ത ഗതാഗത മന്ത്രി അത് CP ജോണാണ്. CP ജോണാണ് കേരളത്തിന്റെ ഗതാഗത മന്ത്രി. CP ജോണാണ് ഗതാഗത മന്ത്രിയായി വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് റോജി M ജോൺ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആഭ്യന്തര വിജിലൻസ് അതുപോലെ തന്നെ ആഭ്യന്തരവും വിജിലൻസും അത് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകും എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. ജലസേചന വകുപ്പ് മന്ത്രിയായിട്ട് മോൻസ് ജോസഫ് ആയിരിക്കും പ്രവർത്തിക്കുക. അനൂപ് ജേക്കബിന്റെ വകുപ്പിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്, അതിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വനം വകുപ്പ് ഷിബു ബേബി ജോൺ തന്നെ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഘടകകക്ഷികളുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് N ഷംസുദ്ദീനാണ് ഇനി 5 വർഷക്കാലം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ നോക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വ്യവസായം IT അത് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തേതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് വ്യവസായ IT വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ വകുപ്പുകളുടെ കാര്യത്തിലുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ആ പോർട്ട്ഫോളിയോ രാജ്ഭവനിലേക്ക് ലോക്ഭവനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വിജ്ഞാപനം ഇറങ്ങിയിട്ടില്ല. വിജ്ഞാപനം ഇറക്കുന്നതിന്റെ തിരക്കിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരുള്ളത്. അല്പസമയത്തിലേക്ക് തന്നെ അത് വിജ്ഞാപനമായി പുറത്തു വരും. നൗഫൽ, മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായിരിക്കുന്നു. വിജ്ഞാപനം വരാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇപ്പോൾ അറിഞ്ഞതനുസരിച്ചുള്ള വിവരങ്ങൾ നമ്മൾ കൈമാറുകയാണ്. റവന്യൂ വകുപ്പ് നേരത്തെ സണ്ണി ജോസഫിന് ലഭിക്കുമെന്ന് കരുതിയിരുന്ന റവന്യൂ വകുപ്പ് AP അനിൽകുമാറിനാണ് നൽകുന്നത്. വണ്ടൂർ MLA ആയ AP അനിൽകുമാർ ഇനി റവന്യൂ മന്ത്രിയായി മാറുന്നു. അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിനാണുള്ളത്. ഇരിക്കൂരിൽ നിന്നുള്ള പേരാവൂരിൽ നിന്നുള്ള MLA സണ്ണി ജോസഫിനാണ് വൈദ്യുതി വകുപ്പ് ഉള്ളത്. PK ബഷീർ മലപ്പുറം ഏറനാട് മണ്ഡലത്തിലെ PK ബഷീറാണ് ഇനി കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി. KM ഷാജി വേങ്ങര MLA ആയിരുന്ന KM ഷാജി ഇനി കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി മാറുന്നു. ബിന്ദു കൃഷ്ണ കൊല്ലത്തു നിന്നുള്ള MLA ആയ ബിന്ദു കൃഷ്ണ കേരളത്തിന്റെ തൊഴിൽ മന്ത്രിയായി മാറുന്നു. PC വിഷ്ണുനാഥ് കുണ്ടറ MLA PC വിഷ്ണുനാഥ് ടൂറിസം, സിനിമ, സാംസ്കാരികം എന്നീ വകുപ്പുകളുടെ മന്ത്രിയായി മാറുന്നു. M ലിജു സഹകരണ എക്സൈസ് വകുപ്പുകളാണ് M ലിജുവിന് വരുന്നത്. കളമശ്ശേരി MLA V അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യും. തിരുവനന്തപുരം MLA ആയിരുന്ന CP ജോൺ ഇനി കേരളത്തിന്റെ ഗതാഗത മന്ത്രിയാണ്. അങ്കമാലി MLA ആയിരുന്ന റോജി M ജോൺ നിയുക്ത അങ്കമാലി MLA റോജി M ജോൺ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി മാറുന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി മണ്ണാർക്കാട് നിന്ന് ജയിച്ച N ഷംസുദ്ദീനാണ് വരുന്നത്. ആഭ്യന്തരവും വിജിലൻസും നേരത്തെ നിശ്ചയിച്ചതുപോലെ, നേരത്തെ തീരുമാനിച്ചതുപോലെ, നേരത്തെ കരുതിയതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. KA തുളസിക്ക് പട്ടികജാതി ക്ഷേമം വകുപ്പാണ് ഉള്ളത്. N ഷംസുദ്ദീൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിദ്യാഭ്യാസം എന്നുള്ള PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്ന് ജയിച്ചു വന്ന PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം IT വകുപ്പുകളാണുള്ളത്. നേരത്തെയും അദ്ദേഹം ഈ വകുപ്പുകൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനം വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അറിയാനുള്ള ചില മന്ത്രിമാരുടേത് ഒന്ന് അനൂപ് ജേക്കബിന്റെ വകുപ്പാണ്. അനൂപ് ജേക്കബിന്റെ വകുപ്പ് അറിയേണ്ടതുണ്ട്. ഷിബു ബേബി ജോണിന് വനം വകുപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചില മന്ത്രിമാരുടെ പേര് കൂടി പുറത്തു വരേണ്ടതുണ്ട്. മോൻസ് ജോസഫിൻ്റേത് കൂടി അറിഞ്ഞിരിക്കുന്നു. മോൻസ് ജോസഫ് പ്രതീക്ഷിച്ചതുപോലെ ജലസേചന വകുപ്പാണ് ഭരിക്കാൻ പോകുന്നത്. പുതിയ ജലസേചന മന്ത്രിയായി മോൻസ് ജോസഫ് വരുന്നു. അങ്ങനെ KM ഷാജിക്ക് തദ്ദേശ സ്വയംഭരണം, അങ്ങനെ വിവിധ മന്ത്രിമാരുടെ വകുപ്പുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗവർണർക്ക് ഇന്ന് രാവിലെ പട്ടിക കൈമാറിയിട്ടുണ്ട്. ഈ പട്ടിക അനുസരിച്ച് ഉള്ള വിജ്ഞാപനം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോഴാണ് അത് ഔദ്യോഗികമാകുന്നത്. അതിനുള്ള സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരക്കിട്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. നേരത്തെ VD സതീശൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. തർക്കമുണ്ട് എന്നുള്ളത് മാധ്യമപ്രചാരണം മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും പരസ്പരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ, ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ലത്തീൻ സഭ ഈ ഫിഷറീസ് മന്ത്രി എന്നുള്ളത് കടലിനെ അറിയുന്ന ഒരാൾ വേണം, അതായത് തങ്ങളുടെ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ആവശ്യം നിരാകരിക്കുകയായിരുന്നു. അവരെ എങ്ങനെയാണ് സെറ്റിൽ ചെയ്തതെന്ന് സതീശനോ മറ്റുള്ളവരോ വ്യക്തമാക്കിയിട്ടില്ല എന്നതുകൂടി നമ്മൾ ഓർക്കുക. ഏതായാലും മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ തീരുമാനമായിരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് AP അനിൽകുമാറിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.